അല്ല അത് പഴയ പാറ്റേൺ. അത് വേറെ ആരെങ്കിലും ഇട്ട് അത് വല്ല അസുഖം വരുന്നു. അതല്ലേ നമ്മളവിടെ ഇരിക്കുന്നത്. ഇത് കൊണ്ടുപോയ ആരുടെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല വരുന്നത്. നിങ്ങളെവിടെ നമ്മുടെ കൊടുക്കണേയില്ല. നമ്മളിത് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വല്ല അസുഖം വരും. ഗ്ലാസ് കൊടുക്കണം. ഗ്ലാസ് പൈസ തന്നിട്ടല്ലേ മേടിച്ച്. അതിന് ബാധമല്ലേ? നിങ്ങൾ ടിക്കറ്റ് വായിച്ചിട്ടുണ്ട്, അതിൽ എന്താ എഴുതിയിരിക്കണെന്ന്? റിട്ടേൺ കൊടുക്കണമെന്നുണ്ട്. പിന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അല്ല ഇതില് ഈ ഗ്ലാസ് മറ്റുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അസുഖം വരും. ക്ലീൻ ചെയ്തിട്ട് കൊടുക്കണത് അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ലേ? പിന്നെ അപ്പൊ നിങ്ങളിത് റിട്ടേൺ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും. അതൊരു അതിനെപ്പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഞങ്ങൾ എന്ത് ചെയ്തോ വലിച്ചെറിഞ്ഞോ അല്ല, ഒരാൾ ഇട്ട ഗ്ലാസ് റിട്ടേൺ ഇടാൻ പറ്റും. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് കൊടുക്കണോ അതോ അല്ല അതിന്റെ കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരാൾ ഇട്ട ഗ്ലാസ് റിട്ടേൺ ഇടാൻ പറ്റുമോ? ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഒരു ടിക്കറ്റ് കൊടുത്തുകൊണ്ടതിന്റെ വില എന്താ അറിയോ? അങ്ങനെയല്ലേ? അതിന്റെ ചാർജ് മാത്രം അല്ല, സാങ്കേതിക വിദ്യന്റെ ചാർജാണ്. അല്ല, ഞാൻ പറഞ്ഞു ഒരാൾ ഇട്ട ഗ്ലാസ് വേറൊരാൾ ഇട്ട് കഴിഞ്ഞാൽ അത് അസുഖം വരില്ലേ? ഇല്ല, നമ്മള് ഇവിടെ വൈപ്പ് വെച്ച് തുടയ്ക്കും, സാനിറ്റൈസ് ചെയ്യും. എന്നാലും സാധാരണ ഇപ്പൊ ഒരാൾ അങ്ങനെ ഇട്ട ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് അതേമാതിരി TV കാണുമ്പോഴും സിനിമ കാണുമ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഗ്ലാസ് ഞങ്ങൾ യൂസ് ചെയ്യും. ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ്. ഞങ്ങൾ അതിന്റെ പൈസ തന്നിട്ടല്ല ഇത് മേടിക്കുന്നത്. 20 രൂപയ്ക്കല്ലേ തരുന്നത് നിങ്ങൾക്ക്? എത്ര രൂപ അതിന്റെ വില അറിയോ? 1000 രൂപയോളം വരും ഇതിന്റെ ഈ ഗ്ലാസ്. അതാണ് നിങ്ങൾ എന്തിനാ പിന്നെ 20 രൂപയ്ക്ക് വിൽക്കുന്നത്? അത് ഞങ്ങൾ വിൽക്കല്ലോ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വാടകയ്ക്ക് കൊടുക്കണം. അതിന്റെ ചാർജല്ലേ വാങ്ങുള്ളൂ നിങ്ങളെ കൊണ്ട്. വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്?